T20 ലോകകപ്പിൽ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും ഇന്ത്യക്ക് ജയം. നമീബിയയെ 93 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഉയർത്തിയ 210 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന നമീബിയ 116 റൺസിന് പുറത്താവുകയായിരുന്നു. ഇന്ത്യക്കായി വരുൺ ചക്രവർത്തി 3ഉം അക്സർ പട്ടേൽ, ഹാർദിക് പാണ്ഡ്യ എന്നിവർ 2 വിക്കറ്റ് വീതവും വീഴ്ത്തി. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്കായി ഇഷാൻ കിഷനും ഹാർദിക് പാണ്ഡ്യയും അർദ്ധ സെഞ്ചുറി നേടി. ലോകകപ്പിൽ അരങ്ങേറ്റ മത്സരത്തിനിറങ്ങിയ മലയാളി താരം സഞ്ജു സാംസൺ ഇന്ന് 22 റൺസ് എടുത്ത് പുറത്തായി. 15 പാകിസ്ഥാനുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഹരിഗോവിന്ദ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഹരിഗോവിന്ദ്, അപ്പോൾ 2 മത്സരം 2ലും ജയം. ഇന്ന് സഞ്ജു ഇറങ്ങി 22-ന് പുറത്തായപ്പോൾ നമീബിയ സാധാരണ രീതിയിൽ വലിയൊരു ടീമല്ല, എന്നാൽ പോലും ഇതൊരു ആശ്വാസം നൽകുന്ന ജയമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അമേരിക്കയുമായുള്ള മത്സരം വെച്ച് നോക്കുമ്പോൾ കുറെ കൂടി ആധികാരികമായ ജയം. തീർച്ചയായും മഹേഷ്, തുടർച്ചയായ രണ്ടാം ജയം തേടിയിറങ്ങിയ ഇന്ത്യ ആധികാരികമായി തന്നെ ആ ജയം സ്വന്തമാക്കിയെന്ന് നമുക്ക് പറയാം. ബൗളിങ്ങിലും ബാറ്റിങ്ങിലും സമ്പൂർണ്ണ ആധിപത്യം തന്നെ ഇന്ത്യൻ താരങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ നമീബിയയ്ക്കാണ് ടോസ് കിട്ടിയത്. ഇന്ത്യ ബാറ്റിങ്ങിനെ അയക്കുകയായിരുന്നു. ആ തീരുമാനം തെറ്റിപ്പോയി എന്ന് തോന്നിക്കുന്ന രീതിയിൽ തന്നെയാണ് ഓപ്പണിംഗിൽ തന്നെ സഞ്ജു സാംസണും ഇഷാൻ കിഷനും ബാറ്റ് വീശി തുടങ്ങിയത്. മികച്ച പ്രകടനം രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. സഞ്ജു ഒരു ഫോമിന്റെ സൂചനകളൊക്കെ നൽകി. 8 പന്തിൽ നിന്നാണ് 22 റൺസ് എടുത്തത്. 3 സിക്സും ഒരു 4ഉം അദ്ദേഹം നേടി. പക്ഷേ അദ്ദേഹം ആ ഫോമിന്റെ സൂചനകൾ നൽകി പയ്യെ ഡഗൌട്ടിലേക്ക് മടങ്ങുന്നതാണ് കണ്ടത്. പക്ഷേ ഇഷാൻ കിഷൻ ആ തുടക്കം മുതലുള്ള പ്രകടനം തുടരുന്നു. 24 പന്തിൽ 61 റൺസാണ് ഇഷാൻ കിഷൻ സ്വന്തമാക്കിയത്. അതിന് പിന്നാലെ തിലക് വർമ്മയും ഇഷാനൊപ്പം ഒരു മികച്ച ഇന്നിംഗ്സ് കളിക്കാൻ ശ്രമിച്ചു. പക്ഷേ 21 പന്തിൽ 25 റൺസ് എടുത്ത് അദ്ദേഹവും മടങ്ങി. പക്ഷേ സൂര്യകുമാർ യാദവിന് കഴിഞ്ഞ മത്സരത്തിലെ ആ ഒരു ഫോം തുടരാൻ കഴിഞ്ഞില്ല. 12 റൺസ് 13 പന്തിൽ നിന്നാണ് അദ്ദേഹം എടുത്തത്. അദ്ദേഹം ഡഗൌട്ടിലേക്ക് മടങ്ങി. പിന്നെ ഹാർദിക് പാണ്ഡ്യയാണ് മധ്യനിരയിൽ നിർണായക പ്രകടനം പുറത്തെടുത്തത്. അദ്ദേഹം ഒരു അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കി. 28 പന്തിൽ 52 റൺസാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത്. ആ ഒരു ഇന്നിംഗ്സ് നിർണായകമായി. 210 റൺസ് എന്നൊരു വലിയ വിജയലക്ഷ്യം നമീബിയയ്ക്ക് മുന്നിൽ വെക്കാനായിട്ട് ഇന്ത്യക്ക് സഹായിച്ചു. കാരണം ഒരു ഇതിലും വലിയ സ്കോറിലേക്ക് പോകുമെന്ന് കരുതിയ ഒരു ഇന്നിംഗ്സാണ്. പക്ഷേ തുടരെ വിക്കറ്റുകൾ വീണത് ഇന്ത്യക്ക് തിരിച്ചടിയായി എന്നാണ് പറയാൻ കഴിയുക. പക്ഷേ രണ്ടാം ഇന്നിംഗ്സിലേക്ക് വരുമ്പോൾ നമീബിയ ഓപ്പണിംഗിൽ മികച്ച പ്രകടനം ഓപ്പണേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ലൗറൻസ് സ്റ്റീൻ ക്യാമ്പും അതോടൊപ്പം തന്നെ ജാൻ ഫ്ലിംഗും ചേർന്നൊരു മികച്ച തുടക്കമാണ് നമീബിയയ്ക്ക് നൽകിയത്. സ്റ്റീൻ ക്ലാമ്പ് 20 പന്തിൽ 29 റൺസും അതോടൊപ്പം തന്നെ ഫ്രൈലിംഗ് 15 പന്തിൽ 22 റൺസുമാണ് നേടിയത്. അവർ പവർ പ്ലേയിൽ അത്യാവശ്യം തകർത്തടിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ പിന്നാലെ വരുൺ ചക്രവർത്തിയെ കളത്തിലേക്ക് ഇറക്കുകയായിരുന്നു ഇന്ത്യ. ആ ഒരു തീരുമാനമാണ് ഏറ്റവും നിർണായകമായത്. തുടരെ വരുൺ ചക്രവർത്തി വിക്കറ്റുകൾ വീഴ്ത്തുന്നു. അതാണ് ഇന്ത്യക്ക് അനുകൂലമായി കളി തിരിച്ചത്. പേസ് ബോളേഴ്സിന് ഒന്നും അധികം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അർഷ്ദീപിനൊക്കെ അത്യാവശ്യത്തിലധികം റൺസ് ലഭിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം വിക്കറ്റ് ഒന്ന് നേടിയെങ്കിൽ പോലും ഒരുപാട് റൺസ് ഒഴുകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ അക്ഷർ പട്ടേലും വരുൺ ചക്രവർത്തിയും ചേർന്നാണ് ഇന്ത്യക്ക് അനുകൂലമായി ആ കളി തിരിച്ചത്. എന്തായാലും 210 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങി നമീബിയെ 116 റൺസിന് പുറത്താക്കി ഇന്ത്യ ആധികാരികമായ ജയം സ്വന്തമാക്കുന്നു. ഇനി പാകിസ്ഥാനെതിരെ ഫെബ്രുവരി 15-നാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. ആ മത്സരത്തിന് മുമ്പ് ഒരു ആധികാരിക ജയം ഇന്ത്യക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകും. പാകിസ്ഥാനെതിരെ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മഹേഷ്. ഓക്കെ, യെസ്, ഹരിഗോവിന്ദാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യക്ക് തുടർച്ചയായ രണ്ടാം ജയം.